എന്ത് വർഷേ കുർബാനയാ? അല്ല, ക്ഷീണമാണെങ്കിൽ ഇത് കൂടി. ടേസ്റ്റ് ഇല്ല. അതൊക്കെ എന്തോന്ന് പറ്റിയ? ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, വയറിളക്കം, ഛർദി. ഈ കോംബോ ഓഫറിനെല്ലാം ഒരു പേരുണ്ട്, പനി. എങ്ങനെ പനി വരാതിരിക്കും? ദേഹവരങ്ങാതിരിക്കല്ലേ? എടി എന്നെ കണ്ടുപിടിക്കണം. 1.5 കൊല്ലമായിട്ട് ഈ പനി എന്നൊരു സാധനം വന്നിട്ടില്ല. പുറത്തുനിന്നുള്ള ആഹാരം ഒന്നും കഴിക്കാതെ വീട്ടിലുള്ള ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന്. എടാ, തമാശയായിട്ട് കാണല്. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സാധനങ്ങളാണ്. അതല്ല, നീ ശ്രദ്ധിച്ച കോവിഡിന് ശേഷം എല്ലാവർക്കും ഒരേപോലെ പനി വരുന്നത് ഈ സമയത്താണ്. ഇതൊരു ബയോവാറാണെന്നാണ് തോന്നണം. അത് അപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച പണിയിടുന്നതല്ലേ? അത് ബയോഗ്യാസ്, ഇത് ബയോവാർ. എന്തോ ബയോവാർ? ഒരു ഗുളിക കഴിച്ചാൽ കൊണ്ട് മാറുന്ന കേസല്ലോ. വേറെ ആരും കഴിക്കാത്തൊരു ഗുളിക പറഞ്ഞുതരാം, സിട്രസിൻ. ഒരാഴ്ച കൊണ്ട് സിട്രസും കൊണ്ട് ഞാൻ പുട്ടഴിച്ച് തിന്നെയാണ്, കുറയണില്ല. മനസ്സും ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പനിയും വരൂല. എന്തായാലും ന്യൂ ഇയർ ആണ്. അൻഫലെ വട്ടവട പോകാൻ വേണ്ടി വിളിച്ചു. ഞാൻ എന്തായാലും പോയിട്ട് വന്നിട്ട് കഥയൊക്കെ പറഞ്ഞുതരാം. നീ ഇവിടെ പനിയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ? എന്താടാ പോണില്ലേ വട്ടവടക്ക്? ഇവിടുന്ന് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ നല്ല പനി പിടിച്ചെന്ന് തോന്നുന്നു. എങ്ങനുണ്ട്? ചുമയും കപമൊക്കെ പോയി. ആദ്യത്തെ 2 ദിവസം അങ്ങനെയൊക്കെ തന്നെ. കുറച്ചുകൂടെ കഴിയുമ്പോൾ തലവേദന വരും, പിന്നെ ഛർദിലാവും, പിന്നെ വയറിളക്കാവും. സിക്സ് ഉണ്ട് കേട്ടാ. എന്തിന്? പുട്ടവിക്കാനാ? വേണ്ട. എന്ത് വർഷേ കുർബാനയാ? അല്ല, ക്ഷീണമാണെങ്കിൽ ഇത് കൂടി. ടേസ്റ്റ് ഇല്ല. അതൊക്കെ എന്തോന്ന് പറ്റിയ? ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, വയറിളക്കം, ഛർദി. ഈ കോംബോ ഓഫറിനെല്ലാം ഒരു പേരുണ്ട്, പനി.